ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ശുദ്ധീകരാത്മാക്കളെ കുറിച്ച് പറയാനൊന്നുമല്ല കേട്ടോ. ഞാൻ കുറച്ച് എൻ്റെ വിശേഷങ്ങൾ പറയാനാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. എന്താണ് വിശേഷങ്ങളെന്നല്ലേ, 2025 മാർപ്പാപ്പ പ്രത്യാശയുടെ തീർത്ഥാടകർ 2025 ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ഓർക്കായിരുന്നു, ഞങ്ങൾക്കും ഇതൊരു ചെറിയ ജൂബിലിയാണ്, സിൽവർ ജൂബിലി. കാരണം എന്താണെന്നറിയോ, എൻ്റെ വീട്ടിൽ ഈ ജപമാല പ്രാർത്ഥന തുടങ്ങിയിട്ട് വെറുതെ കൊന്ത ചൊല്ലാൻ തുടങ്ങിയതാ 2-3 അമ്മമാർ കൂടിയിട്ട്. പുറത്തുനിന്നല്ല, എൻ്റെ അമ്മായിയും എൻ്റെ ഫ്രണ്ടും കൂടി ചൊല്ലാനായിട്ട് തുടങ്ങിയതാണ്. 2000-ലാണ് തുടങ്ങുന്നത്. അതിൻ്റെ 25-ാം വർഷത്തിൻ്റെ ആരംഭമാണിപ്പോൾ. ഞാനിവിടെ പറയും, നമ്മളും ജൂബിലി വർഷത്തിലാണെന്ന്. ഞാനിങ്ങനെ ഇവിടെ ഈ പ്രാർത്ഥന നടക്കാനുണ്ടായ കാരണങ്ങളൊക്കെ പലരോടും പറയുമ്പോൾ അവരെല്ലാവരും പറയും, ചേച്ചി ഇതൊക്കെ ഒന്ന് ഞങ്ങൾക്ക് എല്ലാം ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ നല്ലതായിരിക്കും. ഞാനപ്പോൾ അവരോട് പറഞ്ഞു, എന്ത് പറയാനാണ്, അല്ല ചേച്ചിയുടെ ജീവിതവും ഈ പ്രാർത്ഥന എങ്ങനെ ഇങ്ങനെ വന്നു എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിൽ നിന്ന് കുറേ പ്രചോദനങ്ങൾ കിട്ടും എന്ന് പറയാൻ തുടങ്ങി. ചില സമർപ്പിതരും പറഞ്ഞു, ഇതൊക്കെ ഒന്ന് എഴുതി വെക്കി. കുറേ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഉണ്ടായ അനുഭവങ്ങൾ. ഇപ്പം അതൊന്നും ചെയ്യുന്നില്ല, കാരണം ഇനിയിപ്പോൾ പരലോകത്ത് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ 25 വർഷവും പരിശുദ്ധ അമ്മ ഇവിടെ എല്ലാ ചൊവ്വാഴ്ചകളിലും വെറും ജപമാല കൂട്ടായ്മ, അത് ഞാൻ തുടങ്ങി വെച്ചതല്ല കേട്ടോ. അത് ഇവിടെ തുടങ്ങാനുണ്ടായ കാരണങ്ങളും പിന്നീടുണ്ടായ അനുഭവങ്ങളൊക്കെ ഒന്ന് പറയൂ ചേച്ചി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിത് പറയാമെന്ന് തീരുമാനിച്ചു. ഇത് പറയുമ്പോൾ പലർക്കും പല സഹനങ്ങളും പിടിച്ചു നിൽക്കാനുള്ള ശക്തി കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ കുറേ കാര്യങ്ങളുടെ സംശയങ്ങളൊക്കെ തീർന്ന് കിട്ടുമായിരിക്കും, എനിക്കറിയില്ല. കുറേ പേരിങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഈ 25 വർഷം എന്താണ് സംഭവിച്ചത് എന്ന് ഒന്ന് പറയാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുക. 25 വർഷം മുൻപ് ഇവിടെ അങ്ങനെ പ്രാർത്ഥനയൊന്നും തുടങ്ങാൻ ഒരു പദ്ധതിയുമില്ല. കാരണം എന്താണെന്നറിയോ, ഞാൻ നിങ്ങളോട് പലപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ ജനിച്ച് ഓർമ്മ വെച്ചപ്പോൾ മുതൽ എൻ്റെ വീട്ടിൽ സഹനങ്ങളാണ്. സഹനങ്ങളിൽ കൂടെയാണ്. സന്തോഷിക്കുന്ന ഒരു മുഖം ഞാൻ എൻ്റെ അമ്മയുടെ കണ്ടിട്ടില്ല. ജീവിതത്തിനോട് യുദ്ധം ചെയ്ത് ജീവിക്കുന്ന ഒരു അമ്മ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ സഹനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓർമ്മ വെച്ച നാൾ മുതൽ ദാരിദ്ര്യവും, അങ്ങനെ ദാരിദ്ര്യത്തിൽ കിടക്കേണ്ട ആളുകളൊന്നും അല്ലായിരുന്നു ഞങ്ങൾ. അപ്പം വലിയ ബിസിനസ്സുകാരനായിരുന്നു. ഞാൻ നിങ്ങളോടൊരിക്കൽ പങ്കുവെച്ചിട്ടുണ്ട്, എൻ്റെ അപ്പൻ്റെ ഒരു ജോലിക്കാരൻ ഒരു ദിവസം വന്നിട്ട് അപ്പനോട് പറയാണ്, നീ ഒരു 12 വർഷത്തേക്ക് ഇനി നീ ഉയരില്ല എന്ന്. അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പോയതാണ്. പിന്നീട് അങ്ങോട്ട് അപ്പൻ്റെ ജോലിക്കാരൻ മുഴുവൻ, അപ്പൻ നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നു, അപ്പന് കുറേ സ്ഥലങ്ങളും ഒക്കെയുള്ളൊരു മുതലാളി തന്നെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് അവിടുന്ന് അങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹം ഇത് പറഞ്ഞു പോയതിൽ പിന്നെ എങ്ങനെയാണെന്നറിയില്ല, എൻ്റെ അപ്പൻ്റെ ജോലിക്കാർ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ജോലിക്കാരായി. പിന്നെ അപ്പൻ മദ്യപാനിയാവുന്നു. ഭയങ്കരമായ തകർച്ചയിലേക്ക് ഞങ്ങൾ പോവാണ്. അങ്ങനെ ഓർമ്മ വയ്ക്കുമ്പോൾ മുതൽ സഹനാണ് എൻ്റെ ജീവിതത്തിൽ. ചുരുക്കി പറഞ്ഞാൽ 9 ദിവസമൊക്കെ ഭക്ഷണമില്ലാതെ ജീവിക്കേണ്ട വന്നിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ ചെറുതാണ് കേട്ടോ. എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ എപ്പോഴും ചോറിന് വേണ്ടി കരയണത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് വയറ് നിറയണം എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ. അതൊരു കാലഘട്ടമാണ്. ഞാനിങ്ങനെ ഓരോന്നും പറയുന്നത് എന്താണെന്നറിയോ, ഇതിൽ നിന്നൊക്കെ വലിയ തിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. കാരണം ഞാൻ അന്നൊന്നും പാപം ചെയ്തിട്ടില്ലല്ലോ. 4-5 വയസ്സുള്ളപ്പോൾ നമുക്കൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മ വെച്ചപ്പം മുതൽ ഞാൻ
ഇതുപോലെ സഹനത്തിലാണ്. അപ്പൻ മദ്യപാനിയായി, നല്ല അപ്പനായിരുന്നു, പക്ഷെ അപ്പൻ ഇങ്ങനെയായിപ്പോയി. ഈ ഒരു കാര്യം, ഈ ഒരു സഹനം പറയുമ്പോൾ 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പലരും പറയും ആലിസേച്ചി പ്രാർത്ഥിച്ച് ഇതുപോലെ സഹനം നേടിയെടുത്തു. അതിനെ ഞാൻ കൗണ്ടർ അടിക്കല്ല. പ്രാർത്ഥിച്ച് ഞാൻ ഒന്നും ചോദിച്ചു വാങ്ങിയിട്ടില്ല, സഹനങ്ങളൊന്നും തന്നെ വാങ്ങിയിട്ടില്ല. പ്രാർത്ഥിക്കാതിരുന്ന കാലത്ത്, എട്ടും പൊട്ടും തിരിയാത്ത കാലത്ത് ഞാൻ വലിയ സഹനത്തിൻ്റെ ഉള്ളിലായിരുന്നു ജനിച്ചു വീണിട്ടുള്ളത്. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണോ സഹനം വരുന്നത്? ഒരിക്കലുമല്ല. ഞാൻ ഈ അനുഭവങ്ങൾ നിങ്ങളോട് പറയുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിനെ തിരുത്താൻ വേണ്ടി തന്നെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വരുന്നത് എന്ന് പറയുന്നത് ശുദ്ധ അബദ്ധമാണ്. അങ്ങനെ ഈ ജനിച്ച ഓർമ്മ വെച്ച നാൾ മുതൽ കുറേ സഹനങ്ങൾ, ആ സഹനങ്ങളൊന്നും ഇവിടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ സഹനങ്ങളിലൂടെ വന്ന ഞാൻ ജീവിതത്തിൽ എപ്പോൾ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ അതിൻ്റെ നേരെ വിപരീതമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ 8ാം ക്ലാസ് മുതൽ ഉപവസിച്ച് പ്രാർത്ഥിക്കും. 8, 9 ആയപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉപവാസത്തിൻ്റെ ഇതൊക്കെ അറിഞ്ഞു. വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല ഉപവാസം എന്താണെന്ന്, പക്ഷെ എനിക്കറിയില്ല. ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഞാൻ നന്നായി പഠിക്കുന്ന ആളായിരുന്നു, നന്നായി മാർക്ക് വാങ്ങി പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പം ഞാൻ എപ്പോഴും പറയും എനിക്ക് കന്യാസ്ത്രീ ആവണമെന്ന്. എൻ്റെ 2ാമത്തെ ഒരു സഹനമാണ്. ഞാൻ ഈ കന്യാസ്ത്രീ ആവണമെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ സമ്മതിച്ചിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചത് ഒരു സിസ്റ്റർ ആവണമെന്നാണ്. പക്ഷേ ഈശോ പദ്ധതി ഇട്ടത് ഞാൻ വിവാഹം കഴിക്കണമെന്ന്. എനിക്ക് ഈ വർഷം 2025 ഈശോ സന്ദേശം തന്നത് സുഭാഷിതങ്ങൾ 16 നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റേതാണ്. ഈ തിയോളജി ഒന്നും അന്നറിയില്ല. കന്യാസ്ത്രീ ആവണം എന്ന് വിചാരിച്ചു, പക്ഷെ വീട്ടുകാരെ സമ്മതിച്ചില്ല. അതുകൊണ്ട് വീട്ടുകാരെന്ന് പറയില്ല, അമ്മയ്ക്ക് ഇഷ്ടമില്ല. അമ്മ പറഞ്ഞു വേണ്ട, വിവാഹം കഴിച്ചാൽ മതി. അന്നൊക്കെ പെൺകുട്ടികൾ അമ്മമാർ പറഞ്ഞാൽ അനുസരിക്കും. അങ്ങനെ മതി, ശരി. ഇന്നത്തെ പെൺകുട്ടികളോട് ഇങ്ങനെ പറഞ്ഞാൽ വേറെ മറുപടി ആയിരിക്കും കിട്ടുക. അന്ന് ഞാനിത്ര പഠിച്ചു, എനിക്ക് ജോലി കിട്ടണം, എന്നിട്ട് മതി വിവാഹം, ഇനി വിവാഹമാണ് നിർബന്ധമെങ്കിൽ അങ്ങനെ മതി എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും അമ്മ പറഞ്ഞു ഇപ്പോൾ കല്യാണം കഴിച്ച് പൊക്കോ, ജോലിക്ക് പിന്നെ വാങ്ങിയാൽ മതിയെന്ന്. അപ്പോൾ അത് സമ്മതിച്ചു. ഞാൻ ഈ 2ാമത്തെ അനുഭവത്തിൽ പറയുന്നത് അന്നത്തെ കാലവും ഇന്നത്തെ കാലവും വളരെ വ്യത്യാസമുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, അമ്മയെ കൂടെ കർത്താവിൻ്റെ പദ്ധതികൾ പൂർത്തീകരിക്കാനാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് വിഷമാവസ്ഥയിലും ചിലർ മൂലമായിരിക്കാം നമ്മുടെ കല്യാണം നടന്നത്, ചിലർ മൂലമായിരിക്കാം നമ്മുടെ ജോലി തകർന്നത്, ജോലിയില്ലാതെ പോയത്, ചിലർ ശ്രദ്ധയില്ലാണ്ടാവാം നമുക്ക് ആക്സിഡൻറ്റ് വന്നത്. ഇതൊക്കെ ആണെങ്കിലും അതെല്ലാം കർത്താവിൻ്റെ പദ്ധതികളാണ് എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ, അന്നൊന്നും അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ക്യാൻസർ വന്ന് ഇങ്ങനെ ഞാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ദൈവത്തിൻ്റെ പദ്ധതിയിലില്ലാത്ത കാര്യങ്ങൾ, നിങ്ങൾ എവിടെ പോയി എന്തൊക്കെ കസർത്തുകൾ കാണിച്ചാലും തമ്പുരാൻ്റെ പദ്ധതിയിലുണ്ടെങ്കിലും മാത്രമേ അത് നടക്കുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പരിശുദ്ധ അമ്മ പറഞ്ഞത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അത് നടന്നോട്ടെ. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കേണ്ടു. ഈശോയെ ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നിൻ്റെ ഇഷ്ടം മാത്രം നടന്നാൽ മതി. ആളുടെ ഇഷ്ടേ നടക്കൂ, അല്ലാതെ ഒന്നും നടക്കില്ല. കാരണം കർത്താവിൻ്റെ ഇഷ്ടം നന്മയ്ക്കാണ്. നമ്മുടെ ഓരോ ആവശ്യങ്ങൾ, നമ്മുടെ ഇഷ്ടം നന്മയിലേക്കല്ല. നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നും ഇങ്ങനെ മതി അങ്ങനെ മതി എന്നൊക്കെ. പക്ഷേ ജോലി കിട്ടിയിട്ടാണ് ഞാൻ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു ആളായി മാറിയില്ല. അന്ന് കാലത്ത് ഒരു വില്ലേജ് ഓഫീസറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ജോലി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ഓർക്കണം കേട്ടോ. 20 വയസ്സ് 40 കൊല്ലം മുമ്പ് സെലക്റ്റഡ് ആയിട്ട്, പിന്നെ അതൊരു സ്റ്റേ വന്നപ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെ പോയില്ല. അങ്ങനെ പല 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 ബാങ്കുകളിലും ഒക്കെ എനിക്ക് ജോലി സാധ്യത ഉണ്ടായിരുന്നതാണ്, ജോലി കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ
ആ ജോലിയിലൊന്നും പ്രവേശിപ്പിക്കാതെ എന്നെ ഇങ്ങനെ കൊണ്ടുപോയതിൻ്റെ പിന്നിൽ വലിയൊരു പദ്ധതിയുണ്ട്. ഞാനങ്ങനെ വിവാഹം കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വളരെ സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടിയാണ് കഴിഞ്ഞു വന്നത്. എന്തിനാണ് ഈ ജീവിതം എനിക്ക് തന്നതെന്ന് ഞാൻ പലപ്പോഴും കർത്താവിനോട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അന്ന് എനിക്കറിയില്ലല്ലോ ഇങ്ങനെയാണ് സംഭവങ്ങൾ എന്നൊക്കെ. പ്രിയ കൂട്ടുകാരെ, അങ്ങനെ വിവാഹം കഴിഞ്ഞ് ഞാൻ ഒരു 4-ാം വർഷത്തിൽ ഈ ഇടവകയിലേക്ക് വരാണ്. ഞാൻ ഒല്ലൂരാണ് ജനിച്ചു വളർന്നത്. എൻ്റെ ഭർത്താവ് പറവട്ടാനി, തൃശ്ശൂരിലെ നല്ലൊരു ഇടവക. അവിടെ നിന്നും ഞങ്ങളെ ഈശോ പറിച്ചു നട്ടത് ഒരു ഗ്രാമം, ഒരു കുഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം. ഞാനിവിടെ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്, ഇന്നും ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ വരുമ്പോൾ അന്ന് തൃശ്ശൂർക്ക് 3 ബസ്സാണുള്ളത്. ഇവിടെ ജീവജാലങ്ങളില്ല. ഞാനാണ് ഇവിടെ ആദ്യമായിട്ട് വീട് വെച്ചത് ഈ ഒരു പ്രദേശത്ത്. അങ്ങനെ ഞാൻ വീട് വെച്ചതിന് ശേഷമാണ് എല്ലാവരും ഇവിടേക്ക് വന്നു തുടങ്ങിയത്. ഇന്ന് നിങ്ങൾ കാണുന്ന ഈ പ്രദേശമൊന്നല്ല അന്ന്. എൻ്റെ വീടിൻ്റെ മുമ്പിലും കായൽ പോലെ വെള്ളം, ഇഷ്ടിക എടുത്തിട്ടുള്ള വെള്ളം, ബാക്കിലും വെള്ളം. ആകെ ഒരു വീടുള്ളത് എൻ്റെ തന്നെ അങ്കിളുടെ വീടാണ് ബസ് സ്റ്റോപ്പിൽ. അവരിന്ന് മാറി പുത്തൂർ ഇടവകയിലേക്ക് പോയി. പിന്നെ കുറച്ച് യൂണിയൻകാരുണ്ടായിരുന്നു. ഇവിടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാം യൂണിയൻകാരെ. ഇതാണ് എൻ്റെ ഇവിടേക്ക് വരാനുള്ള ഒരു ചരിത്രം. അങ്ങനെ 2000-ൽ ഞാനിവിടെ വന്നിട്ട് കുറച്ച് കൊല്ലങ്ങളായിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തിനെ വഴിതിരിക്കുന്ന നല്ല ഒരു സഹനം ഈശോ തന്നത്. ഒട്ടാകെ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സഹനം. അത് ഈശോ അനുവദിച്ചതാ. ആ ഒരൊറ്റ സഹനത്തിന്മേലാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ സ്വരം കേൾക്കുന്നത്. ആ സഹനത്തിനെ അതിജീവിക്കാൻ കഴിയാഞ്ഞപ്പോൾ 25 വർഷങ്ങൾക്ക് മുൻപാണ് കേട്ടോ, 2000. അങ്ങനെയാണ് ഞാൻ അന്നത്തെ ആ ഒരു ചിന്ത, എന്തിനാ അങ്ങനെ ജീവിക്കണേ. എനിക്ക് 2 മക്കളുണ്ട്, അപ്പോൾ 2 ആൺകുട്ടികൾ. അങ്ങനെ ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങണി. ഈ വീട്ടിൽ ആത്മഹത്യക്ക് ഒരുങ്ങുന്ന സമയത്ത്, ഇവിടെ ആത്മഹത്യ ചെയ്യാനല്ല, തൊട്ടന്നെ വെള്ളമുണ്ട്, അവിടെ ഒന്ന് പോയാൽ മതി. എനിക്ക് നീന്തൽ അറിയില്ലല്ലോ. പലരും അവിടെ മരിച്ചിട്ടുണ്ട് അന്നൊക്കെ. അപ്പം അതുകൊണ്ട് ഞാൻ രാത്രിയിൽ എൻ്റെ വീടിൻ്റെ ഡോറ് തുറന്ന് ആത്മഹത്യ ചെയ്യാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവം എനിക്ക് ആവശ്യമുള്ളതൊന്നും തന്നിട്ടില്ല, വേദനകളല്ലാതെ ഒന്നും തന്നിട്ടില്ല. പിന്നെ ഇപ്പം എന്തിനാ ജീവിക്കണേ? അത് അന്നത്തെ ചിന്തയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഡോറ് തുറക്കുന്ന സമയത്ത് രാത്രി 1 മണി സമയം, എൻ്റെ 2 മക്കളും കിടന്നുറങ്ങാം. ആ സമയത്ത് ഡോറ് തുറന്നപ്പോഴാണ്, ഞാനൊരു ഡോറ് തുറക്കാൻ നിൽക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരു സ്വരം കേൾക്കുന്നത്. അത് ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഒരു പുരുഷൻ്റെ സ്വരം, നല്ല സ്വരം, ഒരു അപ്പൻ്റെ സ്വരം. അങ്ങനെ നോക്കുമ്പോൾ കേൾക്കുന്ന സ്വരം ഇങ്ങനെയാണ്: എൻ്റെ മോളെ, നിനക്ക് നിന്നെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണം, കാരണം ഞാനാണ് നിൻ്റെ സൃഷ്ടാവ് എന്ന്. ഇതാണ് ഞാൻ കേട്ട സ്വരം. പ്രിയ കൂട്ടുകാരെ, ഞാൻ അങ്ങനെ ഒരു സ്വരം കേൾക്കുമ്പോൾ ഒരു മനുഷ്യക്കുട്ടിക്ക് എന്താ സംഭവിക്കാമെന്ന് നിങ്ങളോട് പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം. ഞാൻ ആകെ വിറച്ചു പോയി. ഈ പാതിരയ്ക്ക് ആരാണിങ്ങനെ സംസാരിക്കുന്നത്? ഉടനടി ഞാൻ കുറ്റിയിട്ട് എൻ്റെ ഈ നടയിലകത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, ഞാൻ എന്താണ് ആരുടെ സ്വരമാണ് ഞാൻ കേട്ടത്? സൃഷ്ടാവിൻ്റെ സ്വരമാണോ ഞാൻ കേട്ടത്? നമുക്ക് നമ്മളെ വേണ്ടെങ്കിലും നമ്മുടെ സൃഷ്ടാവിന് നമ്മളെ വേണം. കാരണം പിതാവിൻ്റെ കുട്ടികളാണ് നമ്മൾ. ഓമനക്കുട്ടന്മാരും കുട്ടികളാണ്. പിതാവ് നമുക്ക് സഹനങ്ങളൊക്കെ തരുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിലൊരു പദ്ധതിയുണ്ട്. ദൈവം നമ്മളെയൊക്കെ ഓരോരോ ആവശ്യത്തിനാണ് സൃഷ്ടിച്ച് വിട്ടിരിക്കുന്നത്. അതെന്തിനാണെന്ന് നമുക്കറിയില്ല. നമ്മൾ കുറേ പദ്ധതികൾ വിഭാവനം ചെയ്യും, അത് നടക്കാതാവുമ്പോൾ നമുക്ക് ആകെ പ്രയാസമായി. അങ്ങനെ ഞാനിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഇപ്പോൾ പ്രാർത്ഥന നടക്കുന്ന എൻ്റെ ആ നടയിലകത്തിൻ്റെ ചുമരുമേ ജെറമിയ 29:11 എന്ന ഒരു ലിപി വന്ന് തെളിഞ്ഞു കാണുന്നത്. ആദ്യമായിട്ട് ദർശനങ്ങൾ കിട്ടുന്നതാണ് കേട്ടോ. ഈ ജെറമിയ 29:11 ഞാൻ അന്ന് നോക്കുന്നത് പുതിയ നിയമത്തിലാണ്. എനിക്ക് അന്ന് പുതിയ നിയമം മാത്രമേ അറിയുള്ളൂ. അപ്പോൾ മറ്റേത് നമ്മൾ നോക്കാറൊന്നുമില്ല, അതിൽ നമുക്കൊന്നും മനസ്സിലാവില്ല അന്ന്.
അതുകൊണ്ട് ഞാനത് നോക്കി. ഇതെന്തൊക്കെയാണ് ജെറമിയ എവിടെ? അങ്ങനെ നോക്കുമ്പോൾ വീണ്ടും ഞാനൊരു സ്വരം കേട്ടു, ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് നോക്കും മോളെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് പഴയ നിയമം എടുത്തു നോക്കുന്നത്. ഞാൻ അതിലൊരു വചനം കണ്ടു, സഹോദരങ്ങളെ, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിന്, എൻ്റെ ക്ഷേമത്തിനാണ്, ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഐ ഹാവ് എ പ്ലാൻ ആൻഡ് പ്രോജക്റ്റ് അബൌട്ട് യു, നോട്ട് ഫോർ യുവർ ഹാം ബട്ട് ഫോർ യുവർ ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ. ഈ വചനം കിട്ടിയ അന്ന് മുതൽ പിന്നെ ഞാൻ ബൈബിൾ അടച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരിക്കലും ഇന്ന് വരെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കാരണം ആത്മഹത്യ എന്തുമാത്രം ഭീകരമായൊരു കാര്യമാണെന്ന് ഇന്ന് ഞാൻ കാണുന്നുണ്ട് ശുദ്ധീകരണത്തിലെ ദർശനങ്ങൾ കിട്ടുമ്പോൾ. അങ്ങനെ ഞാനതവിടെ വെച്ചിട്ട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ദൈവമേ എന്ത് പദ്ധതി, ഇതിലെന്ത് പദ്ധതി? 25 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇന്ന് ഇങ്ങനെ ഈ നിലയിൽ നിൽക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ദൈവമേ അന്നൊരു ജോലി കിട്ടിപ്പോയിരുന്നെങ്കിൽ ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നില്ലല്ലോ. പ്രിയ കൂട്ടുകാരെ, അങ്ങനെ ഞാൻ പിറ്റത്തെ ദിവസം അതിനടുത്ത ദിവസം ഞാൻ ഈ മനസ്സിൻ്റെ വിഷമങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു സഹനത്തിനെ അതിജീവിക്കണം. നിങ്ങൾ ആ സഹനം എന്താണെന്നൊന്ന് ചോദിക്കരുത് കേട്ടോ. അതെന്നോട് ഈശോ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ മരണത്തോളം അതവിടെ ശവമഞ്ചത്തിൽ വെച്ച് കുഴിച്ചു മൂടി പോരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ പോവാണ്. അപ്പോൾ അന്ന് അവിടെ 18,000 19,000 പേരൊക്കെ വന്ന് ധ്യാനിക്കുന്ന സമയമാണ്. അങ്ങനെ ഞാൻ അവിടെ ഈ സഹനത്തിനെ അതിജീവിക്കാൻ വേണ്ടി ധ്യാനത്തിലായിരിക്കുമ്പോൾ ഹാലലൂയ വിളികളാണ്, സ്തുതിപ്പിൻ്റെ ഭയങ്കര സ്വരം. ഞാനാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ബഹളവും ലഹളയൊന്നും എനിക്ക് പണ്ടേ ഇഷ്ടമില്ല, ഇപ്പോഴും ഇഷ്ടമില്ല. സൈലൻ്റ് പ്രെയറാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ട് സ്തുതിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സ്തുതിച്ചൊന്നുമില്ല, എന്തിനെങ്ങനെ ഓളിയിടണേ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുക. അപ്പോഴും അച്ഛൻ പറഞ്ഞു, കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. അങ്ങനെ ഞാൻ കുറച്ചൊന്ന് കരങ്ങൾ ഉയർത്തി യേശുവേ നന്ദി, യേശുവേ സ്തുതി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അങ്ങനെ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയത്താണ് പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഫാത്തിമ മാതാവിനെ, ഞാൻ ആ അമ്മേനെ കൂനത്തി അമ്മ എന്ന് വിളിക്കുക. കാരണം ഈ ലൂസി ജസീന്ത ഫ്രാൻസിസിനെ ഇങ്ങനെ കൂന്നിട്ട് നോക്കി നിൽക്കണ ഒരു അമ്മ. വെറുതെ അങ്ങനെ ഞാൻ പറയുക, ഈ കൂനത്തി അമ്മ ഇതെന്താ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണേന്ന്. കണ്ണടച്ചപ്പോൾ ഞാൻ കാണുന്നതാണ് ഈ ഫാത്തിമ മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുക. എൻ്റെ ജീവിതത്തിലത്തെ ആദ്യത്തെ ദർശനമാണത്. ഈ ഫാത്തിമ മാതാവ്, ഈ കൂനത്തി അമ്മ എന്താ ഇവിടെ നിൽക്കുന്നത്? അങ്ങനെ ഞാൻ കണ്ണ് തുറന്നു നോക്കി, അപ്പോഴും അത് നിൽക്കുന്നുണ്ട്. കണ്ണടച്ചപ്പോഴും ഈ സ്റ്റാച്ചു ഉണ്ട്. അതെന്താണ് അഭിമറിമായ? ധ്യാനം കഴിഞ്ഞ് ഞാൻ ഫാദർ മാത്യു നായ്ക്കമ്പറമ്പിൽ അച്ഛനെ കാണാൻ പോയി 25 വർഷം മുൻപ്. അപ്പം ഞാൻ അവിടെ നിന്നപ്പോൾ അച്ഛൻ മുറി പൂട്ടി പോവാ. പക്ഷെ എന്താ ഇവിടെ നിൽക്കണേ? ഞാൻ ഇങ്ങനെ കാട്ടി. അപ്പം അച്ഛൻ നിനക്ക് നാവില്ലേ എന്ന് ചോദിച്ചിട്ട് അച്ഛൻ എന്താ ഇവിടെ നിൽക്കണേന്ന് ചോദിച്ചു. കുട്ടിയുണ്ട് കയ്യിൽ. ഞാൻ ഒരു സംശയം ചോദിക്കാനാ. അത് ശരി, സംശയം ചോദിക്കാനാണ്, നിനക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ? ഇല്ല. അപ്പം ഞാൻ ചോദിച്ചു, ഈ കണ്ണടയ്ക്കുമ്പോൾ ഈ കൂനത്തിയമ്മ വന്ന് നിൽക്കണുണ്ടല്ലോ, ഇതാണോ ദർശനം എന്ന്. അച്ഛൻ ചോദിച്ചു, കൂനത്തിയമ്മയോ? അതേതമ്മ? ഞാൻ അയ്യോ സോറി, അത് ഫാത്തിമ മാതാവ്. അത് ശരിയെന്ന്. അങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചു, ധ്യാനൊന്നും കൂടിയിട്ടില്ല? ഞാനൊന്നും ഞാൻ കൂടിയിട്ടില്ല. അന്ന് അച്ഛൻ പറഞ്ഞു, ഇത് തന്നെയാ ദർശനം. എന്നിട്ട് പറഞ്ഞു, നിന്നെ മാതാവ് എവിടേക്കോ കൊണ്ടുപോകുന്നുണ്ട്, മാതാവ് കൊണ്ടുപോകണടത്തേക്ക് നീ പോയിക്കോ. അങ്ങനെ പറഞ്ഞ് അച്ഛൻ പോയി. അങ്ങനെ ആ ധ്യാനം കഴിഞ്ഞ് പെട്ടിക മടക്കി വീട്ടിലെത്തി. അന്ന് ഞാനിവിടെ വരുമ്പോൾ ഇവിടുത്തെ ഇടവക, എൻ്റെ അരുവിമംഗലം ഇടവക, അന്ന് അവിടെ അച്ഛന്മാരില്ല. വല്ലപ്പോഴും ഒരു ഞായറാഴ്ച ഒരു അച്ഛൻ വരും, കുർബാന ചൊല്ലിപ്പോവും. ഒരു കൊച്ചിടവക. അങ്ങനെ എല്ലാവരും തൊഴിലാളികളാണ് അന്ന്. അവിടേക്കാണ് ഞാൻ കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഞാൻ ഈ ഏരിയയിലേക്ക് വരുന്നത്. എന്നാൽ ഞാൻ ഇടവകയുടെ അതിർത്തി പരിസരത്തൊന്നല്ല, ഞാൻ താമസിക്കുന്നത് പുത്തൂർ റോട്ടിലാണ്, എളന്തിരുത്തി കഴിഞ്ഞ് പുത്തൂർ റോട്ടിൽ. അപ്പം ഞാൻ അവിടെ നിന്ന് 2.25 കിലോമീറ്റർ പോകണം ഇടവക പള്ളിയിലേക്ക്. അപ്പം അതുകൊണ്ട് അങ്ങോട്ട് അധികം പോകാറില്ല. ഞായറാഴ്ച എങ്ങാനും ചിലപ്പോൾ പോവും. ഞങ്ങൾക്ക് പുത്തൂർ പള്ളിയും ഇവിടുത്തെ അഞ്ചേരി പള്ളിയൊക്കെയാണ് ഞങ്ങൾക്ക് അടുത്ത്. ബസ്സും ഉണ്ടല്ലോ, 3-4 ബസ്സുകളുണ്ട് അന്ന് തൃശ്ശൂർക്ക്. ഇന്ന് 5 മിനിറ്റിലുണ്ട് ബസ്. 30 വർഷം കൊണ്ട് അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വന്നു. അങ്ങനെ ഞാൻ ഇടവകയിൽ പോയി. അന്ന് ഇരിക്കുന്ന അച്ഛൻ
അന്നൊരു കാര്യം ചെയ്തു. കാരണം ഇവിടെ മുഴുവൻ ക്രിസ്ത്യാനികളില്ലാത്തൊരു ഏരിയയിലാണ് ഞാൻ അന്ന്. ഇന്നും അങ്ങനെ തന്നെയാണ്. ചുരുക്കം 2-3 വീടേ ഉള്ളൂ ഈ വരിയിൽ. 2 വീടേ ഉള്ളൂ. പിന്നെ എൻ്റെ അങ്കിളിൻ്റെ മോൻ്റെ വീടാണുള്ളത്. പിന്നെ ഒക്കെ അന്യമതസ്ഥരാണ്. അതുപോലെ തന്നെ ആ ഏരിയ മുഴുവനും ക്രിസ്ത്യാനികൾ കുറവാണ്. അപ്പോൾ അന്നത്തെ അച്ഛൻ പറഞ്ഞു, ഒരു 6 യൂണിറ്റാണ് അന്ന് ഉള്ളത്, കുടുംബ യൂണിറ്റ്. വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ, 150 ആളുകളുണ്ടേ ഉള്ളൂ അന്ന് ഞാനിവിടെ വരുമ്പോൾ. എനിക്കത് ഭയങ്കര സങ്കടമുണ്ട്. ഇത്രയും വലിയ ഇടവകയിൽ നിന്ന്, ഇത്രയും നല്ല സ്ഥലത്തു നിന്ന് ഞാൻ ഇവിടെ വന്ന് പെട്ടല്ലോ, ആ ഒരു ദുഃഖം എനിക്ക് എപ്പോഴും ഉണ്ട്. അങ്ങനെ ഞാൻ ധ്യാനം കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ, ധ്യാനം കഴിഞ്ഞ് വന്ന് സൺഡേ കാറ്റഗറിസിന് അന്ന് എന്നെ ഒരു സെക്രട്ടറിക്ക് ആയിട്ട് അച്ഛൻ പറഞ്ഞു, റെക്കോർഡ്സൊക്കെ ഒന്ന് ഓർഡറാക്ക്, വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കണത്. ഞാൻ അങ്ങനെ 4 കൊല്ലം കാറ്റഗറിസം സെക്രട്ടറി ആയിട്ട് റെക്കോർഡ്സൊക്കെ റെഡിയാക്കി ഫയലുകളിലാക്കി അങ്ങനെ ചെയ്യുന്നൊരു സമയമാണ്. ഞാൻ ധ്യാനം കഴിഞ്ഞ് വന്ന് പിന്നത്തെ ഞായറാഴ്ച പോയപ്പോൾ അച്ഛൻ ഒരു പാക്കറ്റ് എടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോക്കോ, യൂണിറ്റിൽ കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഉണ്ടായത് എനിക്കറിയില്ല. ഒരു തീരുമാനം ഉണ്ടായി എന്ന് പറഞ്ഞു. എന്തായാലും ഇവിടെ ഒരു പ്രാർത്ഥനയും ഇതൊന്നും ഇല്ല ഈ ഇടവകയിൽ, പ്രാർത്ഥിക്കാൻ സമയമില്ല, പിന്നെ പ്രാർത്ഥനയെ കുറിച്ച് ആർക്കും അറിയില്ല. അച്ഛൻ വന്നിട്ട് പറഞ്ഞു, 6 മാതാവിൻ്റെ രൂപങ്ങളുണ്ട്. ഇത് പിന്നീടാണ് ഞാൻ അറിയുന്നത്. ആ രൂപങ്ങൾ ഇവിടെ 6 യൂണിറ്റുകളിലേക്ക് കൊടുത്തു. ഇത് പറഞ്ഞു, അതൊക്കെ വീടുകളിൽ വെച്ച് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്ക്, ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ഒന്ന് വരട്ടെ, ഒന്ന് കേൾക്കട്ടെ. അപ്പം ഞങ്ങളുടെ ഈ ഏരിയയിൽ ക്രിസ്ത്യാനികളില്ലല്ലോ. ഹമ്പ് പെരുന്നാൾ എന്ത്, പിണ്ടി പെരുന്നാൾ എന്ത്, ആർക്കും അറിയില്ല. അപ്പോൾ ഞാനാണ് ഇവിടെ ഒരു പാടം നികത്തി വീട് വാങ്ങി താമസിക്കാൻ, വീട് പണിതിട്ട്, ഒരു കൊച്ചു വീട്, 1 ബെഡ്റൂം, 1 അടുക്കള, 1 നടയിലകം. ആ നടയിലകത്താണ് ഇന്ന് പ്രാർത്ഥന. പിന്നീടാണ് വീട് കടം വാങ്ങി വീട് വലുതാക്കിയത്. അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞാൽ, ഏതായാലും ടീച്ചർ ഒരു കാര്യം ചെയ്യേ, ഈ സാധനം കൊണ്ടൊരു യൂണിറ്റ് കൊടുത്തോന്നു. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇത് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് നോക്കുമ്പോൾ അത് ഈ കൂനത്തി അമ്മയാണ്, ഫാത്തിമ മാതാവ്. പിന്നീട് അത് ഞങ്ങളുടെ യൂണിറ്റിൽ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ ആർക്കും ആ പ്രാർത്ഥന കൊണ്ടുപോകാനായിട്ട് പറ്റണില്ല. ജോലി ചെയ്യണ്ടേ, പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റേതായ സഹനങ്ങൾ കടന്നു വരുമല്ലോ. പിന്നെ ആളുകൾ വരുമ്പോൾ നോക്കണം, കൊന്ത ചൊല്ലണം, ഒക്കെ പാടായതുകൊണ്ട് അവർ പറഞ്ഞു, ഇവിടെ ഇരുന്നോട്ടെ ടീച്ചറിൻ്റെ വീട്ടിൽ, ടീച്ചർക്ക് തൊഴിലൊന്നുമില്ലല്ലോ. അങ്ങനെ പരിശുദ്ധ അമ്മ 25 വർഷം മുൻപ് ഒരു ഫെബ്രുവരി മാസത്തിൽ ഇവിടെ ചൊവ്വാഴ്ച ജപമാല ചൊല്ല. രണ്ട് കരിസ്മാറ്റിക് കൂട്ടായ്മയൊന്നുമല്ല. ഈ ഇടവകയിൽ കരിസ്മാറ്റിക്കും ഇല്ല, നോൺ കരിസ്മാറ്റിക്കും ഇല്ല, നന്മ നിറഞ്ഞ പറയുമ്പോൾ ഒന്നുമില്ല. ആഴ്ചയിൽ ഒരു ദിവസം അച്ഛൻ ഒരു കുർബാന ചൊല്ലി പോവും, അത്രയേ ഉള്ളൂ. അന്നത്തെ സാഹചര്യത്തിൽ ഒരു നന്മ നിറഞ്ഞ പറയുമ്പോൾ ചെല്ലാൻ ആളുണ്ടാവട്ടെ എന്ന് കരുതി 6 യൂണിറ്റുകളിലേക്കും കൊടുത്ത ഈ ഫാത്തിമ മാതാവിനെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് എനിക്ക് ദർശനം തന്നതാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അങ്ങനെ അന്ന് തുടങ്ങിയതാണ് പരിശുദ്ധ അമ്മ. 3 ആളാണുള്ളത്, എൻ്റെ അമ്മായിയും എൻ്റെ ഫ്രണ്ടും. ഞങ്ങൾ ജപമാല ചൊല്ലാൻ തുടങ്ങി. പിന്നീട് ആ ജപമാലയ്ക്ക് പരിശുദ്ധ അമ്മയാണ് നേതൃത്വം കൊടുക്കുന്നത്. വെറും ജപമാല, ഇവിടെ കരിസ്മാറ്റിക് പ്രാർത്ഥനകളോ ഓളി ബഹളോ ഒന്നും ഇവിടെ അനുവദനീയമല്ല. അമ്മമാർ വന്ന് ജപമാല ചൊല്ലും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയായിരുന്നത്. അങ്ങനെ ഞാൻ ഈ പ്രാർത്ഥനയിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് ആകെ ഒരു ദർശനം കിട്ടിയിട്ടുള്ളത് ഈ ഫാത്തിമ മാതാവ്, കൂനത്തി അമ്മയും. ഞാൻ കേട്ട ആദ്യത്തെ സ്വരം ഈ സ്വരമാണ്, പിതാവായ ദൈവത്തിൻ്റെ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇത് ഇന്നിവിടെ നിർത്തുകയാണ് എൻ്റെ അനുഭവങ്ങൾ. 2025 ജൂബിലി വർഷത്തിൽ ആയിരിക്കുമ്പോൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ കുറേയേറെ അനുഭവങ്ങൾ, ദൈവമേ ഇതൊക്കെ ഞാൻ കടന്നു വന്നോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ ഇന്ന് ഈ പങ്കുവെച്ച 2 കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നിങ്ങളോട് ആരെങ്കിലും അവർക്ക് പ്രാർത്ഥന കൂടിയത് കൊണ്ട് എങ്ങനെ സഹനം അല്ല കേട്ടോ, പ്രാർത്ഥിക്കാത്തവർക്കും സഹനങ്ങളുണ്ട്. ഞാൻ രാജഗിരി ഹോസ്പിറ്റലിലെ ഈ ഓപ്പറേഷൻ, ഇത്രയും വലിയ മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുമ്പോൾ എന്തുമാത്രം ആളുകളാണ് അവിടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കീമോതെറാപ്പിക്കൊക്കെ വരുന്നത്. അവരൊന്നും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരല്ലല്ലോ. അപ്പോൾ പ്രാർത്ഥിക്കുന്നവർക്കാണ് ഇങ്ങനെ വരുന്നത്, വലിയൊരു അബദ്ധമാണ്.
ഞാൻ പറയും ജെറമിയ 29:11, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ നിനക്ക് ക്യാൻസർ വരണമെന്ന് വെച്ചാൽ അങ്ങനെ, നീ ദാരിദ്ര്യത്തിൽ പെടണമെന്ന് വെച്ചാൽ അങ്ങനെ, ഇത് അങ്ങനെ തന്നെ ഇത് ദൈവം തന്നതാണ് എന്ന് പറഞ്ഞ് അനുഭവിച്ചാൽ, സന്തോഷത്തോടെ സ്വീകരിച്ചാൽ, ഈ കുരിശിലൂടെ നമ്മൾ നടന്നാൽ അത് മഹത്വത്തിനായിട്ട് മാറും. അതാണല്ലോ കർത്താവ് വചനത്തിൽ പറയുന്നത്, എൻ്റെ കുരിശെടുത്തിട്ട് നിന്റെ അനുദിന ജീവിതത്തിൽ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വാ, എന്നാലും നീ എൻ്റെ ശിഷ്യനായിരിക്കുള്ളൂ. ഞാൻ പറയും, ഈ സഹനങ്ങളും വേദനകളും കിട്ടുന്നവരെയൊക്കെ ഈശോ ശിഷ്യയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ പിന്നീടല്ലേ സഹനം നിധിയാണെന്നും സ്വർഗത്തിന്റെ വാതിലാണെന്നും സഹനമില്ലെങ്കിൽ രക്ഷയില്ല എന്നും ഇപ്പൊ പറഞ്ഞ് സഹനമില്ലാത്തവർക്ക് വലിയ പുലിവാലാന്നുള്ള ബോധ്യത്തിലേക്ക് മനുഷ്യരെത്തിയിട്ടുണ്ട്. അത് നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. അങ്ങനെ സഹനത്തോടു കൂടി ഓരോ കൂട്ടരെയും സഹനമില്ലാണ്ട് വേറൊരു കൂട്ടരെയും കർത്താവ് അങ്ങനെ സൃഷ്ടിച്ചിട്ട് അങ്ങനെ ഒരു പക്ഷപാതം കാണിക്കുമോ നമ്മുടെ അപ്പൻ? ഇല്ല. സഹനമുള്ളവർക്ക് വേഗം സ്വർഗത്തിലേക്ക് എത്തും, സഹനം ഇവിടെ തന്നെ പൂർത്തീകരിച്ചാൽ. സഹനമില്ലാത്തവർക്ക് എവിടെയോ ഒരു സഹനം ഉണ്ട്. ആ സഹനം കഴിഞ്ഞിട്ട് തന്നെ പാപപരിഹാരമൊക്കെ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. പ്രിയ കൂട്ടുകാരെ, അങ്ങനെയാണ് ഈ പരിശുദ്ധ അമ്മ എൻ്റെ വീട്ടിലേക്ക് വരുന്നത്, ഫാത്തിമ മാതാവ്. അത് കഴിഞ്ഞ് 12 വർഷമായപ്പോഴാണ് എൻ്റെ ജീവിത പങ്കാളിക്ക് തൈറോയിഡ് ക്യാൻസർ വരുന്നത്. ആ ക്യാൻസറും കർത്താവ് മുൻകൂട്ടി പറഞ്ഞു തരികയാണ് ഉണ്ടായത്. അങ്ങനെ മുൻകൂട്ടി പറഞ്ഞു തന്ന ക്യാൻസർ, ഒരു മുഴ വന്നപ്പോൾ ഈശോ പറയാണ് ഇത് ക്യാൻസറാണ്. അദ്ദേഹത്തോട് പറയാതെ പിന്നീട് ഓപ്പറേഷൻ കഴിയുന്നു. അതൊക്കെ കഴിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചൊരു വേറൊരു ദർശനം ഉണ്ടായി. ഞാൻ പരിശുദ്ധ അമ്മയുടെ കൊച്ചു രൂപം പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ ഈശോ വന്ന് നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ പിന്നീട് ക്യാൻസറാണെന്ന് അറിയുന്നു. പിന്നീട് RCCയിൽ പോകുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് റേഡിയം തെറാപ്പി ചെയ്യേണ്ട വന്നില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു സന്ദേശം കിട്ടിയിരുന്നു. പരിശുദ്ധ കുർബാനയുടെ ഒരു അത്ഭുതമാണ് ഇത് നടക്കാൻ പോണത്. കുർബാനയാണ് ഏറ്റവും മുഖ്യം, പ്രധാനം, നമ്മുടെ ജീവിതത്തിൻ്റെ സെൻട്രൽ പോയിന്റ് എന്ന് എനിക്ക് അന്നും അറിയാം, ഇന്നും അറിയാം. പിന്നീട് തിയോളജി പഠിച്ച് കുർബാനയെ കുറിച്ച് പഠിച്ച് ഒക്കെ വന്നപ്പോൾ അതൊക്കെ സത്യങ്ങളാണെന്ന് ഒന്നും കൂടി ഇറക്കിയിട്ട് ഉറപ്പിക്കുക. പരിശുദ്ധ കുർബാനയാണ് ക്രിസ്ത്യനായിട്ടുള്ള ഒരാളുടെ ജീവിതത്തിൻ്റെ സെൻട്രൽ പോയിന്റ്. പരിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഏത് പരിപാടി വരുമ്പോഴും കുർബാന വെക്കുന്നത്. അപ്പോൾ ഈ കുർബാനയിൽ കൂടെ ഇവിടെ ഒരു അത്ഭുതം നടക്കാൻ പോകുന്നു എന്നൊരു ഫാദർ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ കുർബാന കൂടി, 40 കുർബാന ഞാൻ എണ്ണം വെച്ച് കൂടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് RCCയിൽ പോയിട്ട് പിന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് വന്നില്ല. ആ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ പ്രദീപ്, യു ആർ നോട്ട് എ ക്യാൻസർ പേഷ്യൻ്റ് എന്ന്. അപ്പോൾ ഈ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ ഒരു തൃപ്പൂണിത്തുറയുള്ളൊരു ദേവാലയത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിരുന്നു. എന്തായാലും മാതാവിൻ്റെ ഒരു ഇടപെടൽ പരിശുദ്ധ കുർബാനയുടെ ഒരു സാക്ഷ്യമാക്കാനാണെന്ന് മനസ്സിലായി. അങ്ങനെ ഇറ്റലിയിൽ നിന്ന് ഈ പരിശുദ്ധ അമ്മയുടെ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ സ്റ്റാച്ചു അങ്ങനെയാണ് വരുന്നത്, കൂട്ടിലിരിക്കുന്ന മാതാവ്. ഈ 2 സ്റ്റാച്ചുകളും വന്ന കഥയാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കി ഞാൻ കുറേശ്ശെയായിട്ട് പറയാം കേട്ടോ. എല്ലാവരും അന്ന് പറഞ്ഞു, ഈ രൂപങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വരണേന്ന്. അങ്ങനത്തെ ആളുകളോടൊക്കെ ഞാൻ പറയാറുണ്ട്, രൂപം വന്നതുകൊണ്ടല്ല പ്രശ്നം മുമ്പേ ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. സഹനം വന്നത്, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയത്, അന്നൊന്നും ഇവിടെ പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല, ഒരു രൂപങ്ങളും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അന്നാണ് ഞാൻ പിതാവിൻ്റെ സ്വരം കേട്ടത്. പിതാവിൻ്റെ സ്വരം കേട്ടതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യാതെ നിന്നത്. അതിനുശേഷമാണ് ഈ രൂപങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും ഈ പ്രാർത്ഥിച്ചത് കൊണ്ട് രൂപങ്ങൾ വന്നതുകൊണ്ട് അങ്ങനെ പറയാൻ സമ്മതിക്കില്ല. കാരണം എൻ്റെ ലൈഫ് ഫുള്ള് സഹനത്തിൻ്റെ ലൈഫായിരുന്നു. ഞാൻ എപ്പോഴും പറയാ, ഈശോയുടെ പദ്ധതിയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. വെറുതെ നമ്മൾക്ക് ചിന്തിച്ചു കൂടണം എനിക്കെന്താ ഇങ്ങനെ. ചിലരുടെ കല്യാണങ്ങളൊക്കെ കല്യാണം നടക്കുമ്പോൾ നല്ല ചെക്കനായിരുന്നു, നല്ല പെൺകുട്ടിയായിരുന്നു. കല്യാണം കഴിയുമ്പോൾ ആകെ ഫ്ലോപ്പ് ആവും. അപ്പോൾ പറയാം, അത് ഉണ്ടാക്കിയ ആളുടെ പ്രശ്നം. ഉണ്ടാക്കിയ ആളുടെ പ്രശ്നമല്ല, അത് ദൈവം അങ്ങനെയാണ് കൂട്ടിച്ചേർത്താൻ വെച്ചത്. നമ്മുടെ സഹനാണ് നമുക്ക് ജീവിതത്തിൽ കിട്ടുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരവും ജ്ഞാനവും ഇന്ന് നമുക്കില്ലാത്തത് കൊണ്ട് എത്ര മക്കളാ അങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. അന്നാ കല്യാണം നടന്നുകൊണ്ടാണ് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എങ്ങനെ പറയണം? പ്രിയ കൂട്ടുകാരെ, തമ്പുരാൻ്റെ പദ്ധതിയാണ്. തമ്പുരാനെ കൂട്ടിച്ചേർക്കുമ്പോൾ തെറ്റൊന്നും പറ്റില്ല. ആ സഹനം നമ്മൾ ചേർത്ത് ആ ആത്മാവിനെ, ആ ജീവിത പങ്കാളിനെ കൂടെ
ദൈവത്തിലേക്ക് എത്തിക്കണം. ദൈവം നമ്മളെയൊക്കെ ഈ ഭൂമിയിലേക്ക് വിട്ടിട്ടുള്ളത് എന്തിനാണെന്നറിയോ? നമ്മളൊക്കെ നമ്മളോട് കൂടിച്ചേർന്ന് നിൽക്കുന്ന ആളുകളെ ഈശോയിലേക്ക് എത്തിക്കണം. എന്നിട്ട് അവസാനം നമ്മളും അവരും കർത്താവിനോട് കൂടി നിത്യജീവിതത്തിലായിരിക്കണം. അതിനു വേണ്ടിയാണ് കർത്താവ് നമ്മളെയൊക്കെ വിട്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാതെയാണ് നമ്മൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന്. നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി മൂലം, പ്രാർത്ഥന മൂലം ആത്മാക്കളെ നേടിക്കൊടുക്കണം എന്നതാണ് ഈ ജീവിതത്തിൻ്റെ ചുരുക്കം. കാരണം ഈശോമിശിഹ വന്നത് അതിനു വേണ്ടിയാണ്. നഷ്ടപ്പെട്ടു പോയ, പാപം ചെയ്ത മനുഷ്യവർഗത്തെ മോചിപ്പിച്ച് അതിൽ നിന്നും വിടുതൽ നൽകി പരിഹാരം അവരെ കൊണ്ട് ചെയ്യിച്ചിട്ട് പിതാവിങ്കിലേക്ക് എത്തിക്കാനായി അടച്ചുവെച്ച സ്വർഗവാതിൽ തുറന്നു തരാനാണ് കർത്താവ് ബലിയായി തീർന്നത്. അങ്ങനെയാണെങ്കിൽ ഈശോ നമ്മളിൽ നിന്ന് അതന്നെ ആഗ്രഹിക്കണേ. നീ ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, മകളായിക്കോട്ടെ, കന്യാസ്ത്രീ ആണോ, അച്ഛനാണോ, നിന്റെ ചുറ്റുവട്ടത്ത് കുറേ പാപികളുണ്ടാകും. അതിന് നീ ക്ഷമയുള്ളവനായി, എളിമയുള്ളവനായി, വിശുദ്ധിയുള്ളവളായി, പ്രാർത്ഥനയുള്ളവളായി നിന്ന് നിന്റെ ചുറ്റുപാടും നിനക്ക് ആർക്കൊക്കെ തോന്നുന്നു ഇതൊന്നും രക്ഷപ്പെടില്ല എന്ന്, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവരൊക്കെ ദൈവത്തിന് സമ്മാനമായിട്ട് കൊടുക്കാനാണ് നിനക്ക് ഈ ജീവിതം തന്നിരിക്കുന്നത്. ആ ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ടാകാം, സന്തോഷങ്ങളുണ്ടാകാം. ദുഃഖം ഉണ്ടായി കഴിഞ്ഞാൽ കൂടുതൽ ആത്മാക്കളെ നേടാം. അങ്ങനെ എൻ്റെ വീട്ടിൽ 25 വർഷം മുൻപ് അതിഥിയായി കടന്നു വന്ന പരിശുദ്ധ അമ്മയാണ് ജപമാല നയിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ 25 വർഷവും ഒരു ചൊവ്വാഴ്ച പോലും മുടങ്ങാതെ ഈ പ്രാർത്ഥന മുന്നോട്ട് പോയത്. പ്രിയ സഹോദരങ്ങളെ, ഇനിയും ഞാൻ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാം. ഞാനിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിന് ഉള്ളിൽ ഞാനൊരു കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ. ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന ഓരോ മക്കൾക്കും ഇപ്പോൾ ദൈവം കൃപകൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൃപകൾ കൊടുത്തതാണ് ഇപ്പോൾ 2 പേർക്ക്. ഒരാൾക്ക് മാതാവ് പാട്ട് പറഞ്ഞു കൊടുക്കുന്നു, മറ്റൊരാൾ ഓൾറെഡി പാട്ടുകാരിയാണ്. ആ കുട്ടി അവൾ പാടും, പാട്ട് പറഞ്ഞു കൊടുക്കുന്ന ആൾ പാട്ട് എഴുതിയെടുക്കും. ഇതൊക്കെ ഈ കൂട്ടായ്മയുടെ പ്രത്യേകതകളാണ്. അങ്ങനെ പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുത്ത പാട്ടുകളൊക്കെ ഷീന എന്നാണ് പേര്. ഷീന എഴുതി വെച്ചിട്ടുണ്ട്. അത് ട്രീസ പാടും. ഞാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇന്ന് ഒരു പാട്ട് കേൾപ്പിച്ച് തരാം കേട്ടോ. പിന്നീടുള്ള ഷെയറിങ്ങുകളിൽ ഓരോ പാട്ടുകളും ഞാൻ കേൾപ്പിച്ച് തരാം. അതുപോലെ ആത്മാക്കളെ കാണാനുള്ള കൃപ ഓരോരുത്തർക്കും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ സ്ഥിരം വരുന്നവരുടെ കാര്യമല്ല, അല്ലാത്തവർക്കൊക്കെ അനുഭവങ്ങൾ കിട്ടുന്നുണ്ട്. പരിശുദ്ധ അമ്മ ധാരാളം ജപമാല ചൊല്ലാനും, ധാരാളം പ്രാർത്ഥിക്കാനും, ധാരാളം സഹനങ്ങൾ ധൈര്യത്തോടു കൂടെ ഏറ്റെടുക്കാനും മനുഷ്യർക്ക് ബോധ്യം കൊടുക്കാനാണെന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്ക് ഈ കൂട്ടായ്മയിൽ കിട്ടിയ പാട്ടും കൂടെ ചേർത്ത് ഇന്ന് പോസ്റ്റ് ചെയ്യാൻ കേട്ടോ. ദൈവം നമ്മൾ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഈ കൂട്ടായ്മയിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സഹനങ്ങൾ ഇനിയും ഞാൻ പങ്കുവയ്ക്കാം, എൻ്റെ ആരോഗ്യം പോലെ. ഈശോ നമ്മെ ഓരോരുത്തരെയും ഇതിലൂടെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ. കൂട്ടുകാരെ, ഈ മകളാണ് ഷീന. ഈ മകൾക്കാണ് പരിശുദ്ധ അമ്മ പാട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. വല്ലാതെ സഹനം വരുമ്പോൾ ഷീനയ്ക്ക് ഇങ്ങനെ മാതാവ് പാട്ട് പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ രീതി അടക്കം പറഞ്ഞു കൊടുക്കും. പാടുന്നത് ഷീനയുടെ കൂട്ടുകാരി ട്രീസയാണ്. ഇവർ 2 പേരും വർഷങ്ങളായി ഈ കൂട്ടായ്മയിൽ വരുന്നതാണ്. മാതാവ് പറഞ്ഞു കൊടുത്തൊരു പാട്ടാണ് ഇപ്പോൾ കേൾക്കാൻ പോകുന്നത്. പാടുന്ന ആളുടെ അപ്പുറത്തിരിക്കുന്നതാണ് ഷീന. നമുക്ക് മാതാവ് സഹനം വന്നപ്പോൾ പാടിക്കൊടുത്തൊരു പാട്ടുണ്ട്, രീതി അടക്കം. അത് ഇപ്പോൾ നമുക്ക് കേൾക്കാം. മാതാവിൻ്റെ ചാര നിന്നാൽ ദുഃഖമെല്ലാം പോകും എന്നാണ് ഇതിൽ പറയുന്നത്. ഈ പാട്ട് ശരിക്ക് കേട്ടാൽ നമുക്ക് സങ്കടം വരും. പരിശുദ്ധ അമ്മ ഓരോ സഹനം വരുമ്പോഴും ഈശോയെയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഒരു നല്ല അർത്ഥവത്തായ ഒരു പാട്ടാണിത്. നമുക്ക് കേൾക്കാം കേട്ടോ. മാതാവേ നിൻ ചാരത്തു നിന്നാൽ എൻ ദുഃഖമെല്ലാം മാഞ്ഞു പോകും, എൻ ദുഃഖമെല്ലാം മാഞ്ഞു പോകും. മാതാവേ നിൻ സഹനങ്ങളോർത്താൽ എൻ സഹന
ക്രൂശിതരൂപം കാട്ടിത്തന്നോ അമ്മ, ക്രൂശിൽ കിടക്കുന്ന പൊന്മകനെ. മാതാവേ നിൻ ചാരത്തു നിന്നാൽ എൻ ദുഃഖമെല്ലാം മാഞ്ഞു പോകും, എൻ ദുഃഖമെല്ലാം മാഞ്ഞു പോകും. ആരുമില്ലാതെ ഞാൻ ഒറ്റയ്ക്കിരുന്നപ്പോൾ കൂട്ടിനായി മാതാവൻ ചാരി വന്നു. ഉണ്ണിയും മാതാവിൻ കൂടെ വന്നു. സാന്ത്വന വാക്കുകൾ നൽകിയെന്നമ്മ, ധൈര്യം പകരുവാൻ ഉത്തരീയം കൈകളിൽ തന്നു ജപമാലയും. മാതാവേ നിൻ ചാരത്തു നിന്നാൽ എൻ ദുഃഖമെല്ലാം മാഞ്ഞു പോകും, എൻ ദുഃഖമെല്ലാം മാഞ്ഞു പോകും. ഭൂമിയിൽ നിക്ഷേപം ഒന്നുമില്ലെന്നമ്മ കാതിൽ ചൊല്ലി മെല്ലെ മെല്ലെ. ഭൂമിയിൽ നിക്ഷേപം ഒന്നുമില്ലെന്നമ്മ കാതിൽ ചൊല്ലി മെല്ലെ മെല്ലെ. സ്വർഗത്തിലാണല്ലോ നിക്ഷേപമെല്ലാം, അമ്മ എനിക്കു പറഞ്ഞു തന്നു. സങ്കടമെല്ലാം മാറിപ്പോയി, സന്തോഷമെന്നിൽ നിറഞ്ഞു നിന്നു. മാതാവേ നിൻ ചാരത്തു നിന്നാൽ എൻ ദുഃഖമെല്ലാം മാഞ്ഞു പോകും, എൻ ദുഃഖമെല്ലാം മാഞ്ഞു പോകും. മാതാവേ നിൻ സഹനങ്ങളോർത്താൽ എൻ സഹനങ്ങൾ നിസ്സാരമാകും, എൻ സഹനങ്ങൾ നിസ്സാരമാകും.